സഹോദരി സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മിഷനിലായിരുന്നു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നാട്ടിലോട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിലെ ഈ തുഖറാന തിരുനാളിലെ തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ടാണ് ഈ കൂടിവരവിനെ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഒരുപാട് ശക്തിയുള്ള ഒരു സഭാസാക്ഷ്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ ഈ കൂടിവരവ് കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. തോമസ് ലീഹ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കൂടിവരവിന് കാരണഭൂതരായ എല്ലാവരെയും, പ്രത്യേകിച്ച് സിൽ കമ്മീഷൻ ഫോർ എക്യുമെനിസം, അതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത, ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവരെയും ഒരുപാട് കടപ്പാടോടും ഒരുപാട് കൃതജ്ഞതയോടും കൂടെ ഞാൻ ഓർക്കുകയാണ്. നമുക്കിനിയും ഇതുപോലെയുള്ള കൂടിവരവുകൾ കുറേ കൂടെ അർത്ഥവത്തായിട്ടും ആക്ഷൻ ഓറിയൻറ്റഡൊക്കെ ആയിട്ട് വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കാനുള്ളത്. തോമസ് ലീഹായുടെ തിരുനാളിനോടനുബന്ധിച്ച്, ഈ തുഖറാന തിരുനാളിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ഒരു കുടുംബമാണെന്നും നമ്മൾ ഒരു സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഘടകകക്ഷികളാണെന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലെ ഒരുപാട് ആവേശം എനിക്ക് പകരുന്നുണ്ട്. ഈ തോമസ് അപ്പസ്തോലിനെ കുറിച്ചിട്ട് സഭാപിതാക്കന്മാരിലെ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ആൾ യൂസേബിയസ് ആണെന്നാണ് പറയുന്നത്. തോമസ് അപ്പസ്തോലൻ പാർത്തിയായിലാണ് സുവിശേഷം പ്രസംഗിച്ചത് എന്ന് യൂസേബിയസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പാർത്തിയ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അപ്പസ്തോലനായിട്ട് തോമസ് ലീഹായെ നമ്മൾ കാണുന്നതും നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ. തോമസ് ലീഹ സൗത്ത് ഇന്ത്യയിൽ വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് എപ്പോഴും പറയാറുണ്ട്. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം വന്നു. പിന്നീട് അദ്ദേഹം 7 സ്ഥലത്ത് പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികൾ പലതും നമ്മുടെ കയ്യിലുണ്ട്. ഈ അടുത്ത് എന്നോട് പറഞ്ഞു, നിരണം ഭാഗത്ത് തോമാക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടെന്ന്. അതായത് തോമ വന്നിറങ്ങിയ കടവിനോട് ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പാലയൂരിന് 1 കിലോമീറ്റർ അകലെയാണ് ചാവക്കാട്. അത് ചാവക്കാടായതാണ്. തൃശ്ശൂരിലെ പാലയൂർ പള്ളി ഇന്ന് വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഞങ്ങൾക്ക് പണ്ട് ആർക്കും അതറിയാൻ പാടില്ല. ഞങ്ങളൊരു പള്ളിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ തൂങ്കുഴി പിതാവ് തൃശ്ശൂർ രൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും വലിയൊരു പൈതൃകം നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളത് സൂക്ഷിക്കാത്തതും നിങ്ങളതിനെ വളർത്താത്തതിൽ എനിക്കൊരു സങ്കടമുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ 40-ാം വെള്ളി കഴിഞ്ഞ് വരും, നോമ്പുകാലം 40-ാം വെള്ളി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, അതായത് ഓശാനിക്ക് മുമ്പുള്ള ഞായറാഴ്ച തൃശ്ശൂരിൽ നിന്നൊരു പദയാത്രയുണ്ട്. ആ പദയാത്രയിൽ 50,000-ൽ പരം ആളുകൾ ഏകദേശം 34 കിലോമീറ്റർ നടന്ന് പാലയൂർക്ക് പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ, അത് ഗുരുവായൂർ റൂട്ടായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വലിയ ബൾക്ക് ആയിട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോകണം. അങ്ങനെ ഇന്നത് വലിയൊരു തീർത്ഥാടന ഓർമ്മയായിട്ട് കൊണ്ടാടുന്നത് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്.
അതുകൊണ്ട് തോമാസ് ലീഹായുടെ പൈതൃകത്തിലെ നമുക്ക് അഭിമാനിക്കാനും നമുക്ക് ആനന്ദിക്കാനും ഒരുപാട് വകയുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചിന്നിച്ചിതറിക്കപ്പെട്ടത് കൊണ്ട് അത് ഒന്നിച്ച് കൂടി വരവായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അതെങ്ങനെയാണ് ഇനി കൂടുതൽ ഒന്നിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നിലയ്ക്കലൊരു പള്ളി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചു. അത് പിന്നീട് ഒരുപാട് കുഴപ്പങ്ങൾക്കൊക്കെ കാരണമായി. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തപ്പോൾ ഗവൺമെൻറ് നമുക്ക് സ്ഥലം തന്നപ്പോൾ എല്ലാ പള്ളികൾക്കും കൂടെ ഒന്നിച്ചാണ് തന്നത്. അതൊരു പക്ഷേ ഗവൺമെൻറ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്നതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തോമസ് ലീഹായുടെ ഓർമ്മ പങ്കിടുമ്പോഴും എവ്സേബിയസ് തോമസ് ലീഹായെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ പ്രസംഗിച്ചു എന്നതിനോടൊപ്പം തന്നെ തോമസ് ലീഹായുടെ ഇടപെടലുകൾ, സുവിശേഷത്തിലെ 3 ഇടപെടലുകൾ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ 3 നിലപാടുകളാണ്. ക്രൈസ്തവ വിശ്വാസം പ്രായോഗികമാക്കുമ്പോൾ ക്രൈസ്തവരെടുക്കേണ്ട 3 നിലപാടുകളുടെ സൂചനയാണ് ആ 3 ഇടപെടലുകൾ. ഒന്നാമതായിട്ട് തോമസ് ലീഹായെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിലാണ്. ഉത്തിതനായ കർത്താവിനെ കാണാൻ ഭാഗ്യമില്ലാത്ത തോമ തിരിച്ചു വന്നപ്പോൾ ശാഠ്യം പിടിച്ചു, എനിക്ക് കാണണമെന്ന്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. തോമ അടുത്ത് ചെന്ന് കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞ വാക്കുകളാണ് സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 19 തുടങ്ങിയുള്ള വചനങ്ങളാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രൊഫഷൻ. 2, തോമസ് ലീഹായെ നമ്മൾ കാണുന്ന മറ്റൊരു രംഗമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായം. യൂദയായിലേക്ക് പോകണം, ലാസർ ഗുരുതരമായ രോഗത്തിലാണ്, നമ്മൾ ചെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള സ്ഥലമാണ് യൂദയ, നീ അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല, പ്രാക്ടിക്കൽ പ്രൂഡൻസ് നീ കാണിക്കണം. അതുകൊണ്ട് തന്നെ നിന്നോട് ഞങ്ങൾ പോകാൻ പാടില്ലെന്ന് നിർബന്ധിക്കുക. കർത്താവിനോട് അവർ നിർബന്ധിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സ്വരം സ്ലീഹന്മാരുടെ ഇടയിലുണ്ടായി. അത് നമ്മുടെ പിതാവായ തോമസ് ലീഹായുടെയാണ്. ലെറ്റ് us go and die with him. നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം. ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ധീരത, തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്ന വഴികളെക്കുറിച്ച് പലരും തർക്കിക്കുമായിരിക്കാം. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം തന്നെ സാധ്യതകളാക്കി മാറ്റാൻ കഴിഞ്ഞൊരു അപ്പോസ്തലനാണ്. ലെറ്റ് us go and die with him. തോമസ് ലീഹായെ നമ്മൾ കാണുന്ന മറ്റൊരു സന്ദർഭമാണ്, തോമസ് ലീഹയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ പിതാവിൻ്റെ പക്കൽ പോവുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പോയി കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധ റൂഹായെ അയക്കും. കർത്താവിൻ്റെ ഏറ്റവും തിയോളജിക്കലായിട്ടുള്ള ഡയലോഗും ഡിസ്കഷനും അതാണ്. തോമസ് ലീഹയ്ക്ക് ഒന്നും മനസ്സിലായില്ല. തോമസ് ലീഹ ചോദിക്കുന്ന ചോദ്യമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ, നീ അങ്ങോട്ടാണ് പോകുന്നേ, എന്താണ് അതിലേക്കുള്ള വഴി? അവിടെയാണ് കർത്താവിൻ്റെ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ്. എനിക്ക് തോന്നുന്നേ സുവിശേഷങ്ങളുടെ രൂപീകരണത്തിൽ ഈ തോമസ് ലീഹായുടെ 3 ഇടപെടലുകൾ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അനാവരണമാണ്. ലെറ്റ് us go and die with him. I am the way, I am the life, I am the truth.
സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ തോമസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാളിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് ഈ വിശ്വാസ പൈതൃകങ്ങൾ ഈ കാലഘട്ടത്തിലെ കൂടുതൽ പ്രോജ്വലമായിട്ട് എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് ചിന്തിക്കണം. ഞാൻ പലപ്പോഴും തോമസ് ശ്ലീഹായുടെ മക്കളെക്കുറിച്ചുള്ള എൻ്റെ ഒരു പരിഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരും അതിൽ വ്യത്യസ്തരല്ലെന്ന് ഞാൻ പറയും. നമ്മൾ എ കൾട്ടിക് ചേർച്ച് ആൻഡ് എ മെയിൻ്റനൻസ് ചേർച്ച്. നമ്മളൊരു ആരാധന സമൂഹമാണ്, നല്ലതാണ്. പക്ഷേ നമ്മൾ ആരാധനയ്ക്കപ്പുറത്തേക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ധീരോദാത്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് കടന്നുപോയ ഒരു വന്യപിതാവിനെ കുറിച്ചുള്ള ചില വായിച്ചപ്പോൾ ഒറ്റയാൻ പട്ടാളമായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ 35 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സിറോ മലബാർ സഭയ്ക്ക് എല്ലാം കൂടെ ഈ 2000 വർഷമായിട്ട് 50 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു മെയിൻ്റനൻസിൽ നിന്ന് ഒരു മിഷണറി ഡൈമെൻഷനിലേക്ക് പോകാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. ആ ഒരു ഡൈമെൻഷനിലേക്ക് പോകാനുള്ള നമ്മളുടെ തീരുമാനവും അതിനുള്ള നമ്മുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനവും അതെങ്ങനെ കുറേ കൂടി ഏകോപിപ്പിക്കാൻ കഴിയണമെന്ന് നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കണം. നമ്മൾ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വർദ്ധിക്കുന്നില്ല. കർത്താവ് അബ്രഹാമിന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നീ വർദ്ധിക്കും, ആകാശത്തിൽ നക്ഷത്രം. അത് വലിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിറവേറപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വർദ്ധിക്കുന്ന ഒരു സഭ, ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭ, കുറേ കൂടെ പ്രേക്ഷിത ചക്രവാളങ്ങളിലേക്ക് സ്വപ്നം കാണുന്ന ഒരു സഭയായിട്ട് തോമാ പൈതൃകത്തിലെ എല്ലാ സഭകളും മുന്നോട്ട് പോകാൻ ഈ കൂടിവരവ് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വന്നുകൂടി നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.